CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കോമാളി എന്ന് വിളിച്ചേക്കുവാണ്. ആരാണ്? മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ PK അബ്ദുൾ റബ്ബ്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ് എന്ത് പറഞ്ഞാലും അത് ട്രോളിനുള്ള വകയുണ്ടെന്നാണ് അബ്ദുൾ റബ്ബ് പറയുന്നത്. അതായത് ട്രോളിനുള്ള വകയാണ് ഗോവിന്ദ മാഷിന്റെ വായിന്ന് വരുന്നത് എന്ന് അങ്ങ് ആ രീതിയിൽ അങ്ങ് കോമാളിയാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ അബ്ദുൾ റബ്ബിന് ഒരു മറുപടി കൊടുക്കണമല്ലോ. അബ്ദുൾ റബ്ബ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയം അറിയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ 2016 വരെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അതിനുശേഷവും 2016 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു 17-18 വയസ്സൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അബ്ദുൾ റബ്ബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി ഉണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം. ഒരു പക്ഷേ ഇന്ന് അവർക്ക് ഏകദേശം ഒരു 25 വയസ്സോളം പ്രായമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം. പുള്ളി എന്തടിസ്ഥാനത്തിലാണ് ഗോവിന്ദ മാഷിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഏത് നിലപാടുകളാണ് ഇദ്ദേഹത്തിന് കോമാളിയായിട്ട് ഫീൽ ചെയ്തത് ഗോവിന്ദ മാഷ് എപ്പോഴും പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമുണ്ടെന്ന് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോവിന്ദ മാഷ് എടുക്കുന്ന നിലപാടുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ ഒരു പാർട്ടി നേതാവും ഇല്ല എന്നുള്ളതാണ്. അതാണ് പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് എന്തറിയാം അബ്ദുൾ റബ്ബിന്? അബ്ദുൾ റബ്ബ് ഇത്തവണ മത്സരിക്കണ വേണ്ടേ? അബ്ദുൾ റബ്ബ് എത്ര കാലം ഷെഡിലിരുന്ന ഒരാളാണെന്നറിയാം. എപ്പോഴെങ്കിലും അബ്ദുൾ റബ്ബിന്റെ പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തിലെ മഴ പെയ്ത് കഴിയുമ്പോൾ പേക്കാച്ചി തവള ഇരുന്ന് മോങ്ങുന്ന പോലെ അവിടുന്ന് വിടുന്നു വന്നിരുന്ന് പറയുന്നതല്ലാതെ എന്താ കാര്യം? അബ്ദുൾ റബ്ബ് ഈ പറയുന്ന ഒരു പൊതുപ്രവർത്തന രംഗത്ത് അബ്ദുൾ റബ്ബിന്റെ മൈൽ സ്റ്റോൺ എന്താ? ഒരു വകുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വകുപ്പ് ഭരിക്കാൻ കൊടുത്തു. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ വകുപ്പ്. ഏതൊരു സംസ്ഥാനത്തിന്റെയും നട്ടല്ലെന്ന് പറയുന്നത് അത് തന്നെയല്ലേ? വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. അങ്ങനെ ഒരു വകുപ്പ് കൈ കൊടുത്തിട്ട് ഈ അബ്ദുൾ റബ്ബ് എന്താ കാട്ടിക്കൂട്ടി നമ്മുടെ കേരളത്തിൽ? അത്രയും വലിയ വിഡ്ഢിവേഷം കിട്ടിയ ഒരു വിഡ്ഢിയാസുരനും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വകുപ്പും ഭരിച്ചിട്ടില്ല. ഒരു വകുപ്പും തന്നെ തീർത്ത് പറയാം. ഇത്രയും വലിയൊരാള്, ഇത്രയും മോശമായ ഒരു വകുപ്പിനെ ഒരാളും കൊണ്ടു നടന്നിട്ടില്ല. അത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അയാളാണ് ഇരുന്നുകൊണ്ട് ഗോവിന്ദ മാഷിനെ കുറിച്ച് പറയുന്നത്. ഗോവിന്ദ മാഷ് നടത്തുന്ന പാർട്ടിയുടെ നിലപാടുകൾ അവതരിപ്പിച്ചാൽ അതിന് മേലെ ഒരു പരുന്തും പറക്കത്തില്ല. ആ മനുഷ്യൻ എങ്ങനെയാണ് കോമാളിയാവുന്നത്? ആ മനുഷ്യൻ എങ്ങനെ കോമാളിയാവും? അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുനിഷ്ഠമായി കട്ടായം പറയൂ. ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് തീർത്ത് പറയണം. അത് പറഞ്ഞുകൊണ്ട് അതിനെ വെട്ടാൻ നടക്കണം. അല്ലാതെ കവലപ്രസംഗം നടത്തുന്ന പോലെ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഗോവിന്ദ മാഷ് കോമാളിയായെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? കേരളത്തിലെ ഏറ്റവും വലിയ കോമാളിയാണ് ഈ ഇരുന്നുകൊണ്ട് പറയുന്നത്. കുറെ കാലം കുട്ടികളെ പിന്നെ ഇരുട്ടിലാക്കിയ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇപ്പൊ പറയുന്ന പോലെ ഗോവിന്ദ മാഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു പിന്നെ MV ഗോവിന്ദൻ. ആ MV ഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ആ വകുപ്പ് നിലനിൽക്കുന്ന എവിടെയാണ്? ഇന്ന് അദ്ദേഹം തുടക്കമിട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് MP രാജേഷ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഇന്ന് ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിൽ അടക്കം എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കീഴിൽ വരുന്ന പിന്നെ ടൂറിസം സ്പോട്ടുകളാക്കാൻ കഴിയുന്ന മേഖലകളെ കണ്ടെത്തുന്നതിനും അതിനെ ടൂറിസം ഹബ്ബുകളാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള നീക്കം നടത്തിയത് ഗോവിന്ദ മാഷിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം അബ്ദുൾ റബ്ബിന് പറയാനുണ്ടോ? ഞാൻ ഭരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ പിന്നെ പാഠപുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാനുള്ള തൻ്റെ ഇടം ഈ അബ്ദുൾ റബ്ബിനുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഉണ്ടാവുക? ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് കുട്ടികൾ ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികളായി പഠിച്ചിറങ്ങിയത് പറയാൻ തൻ്റെ ഇടമുണ്ട് ഈ അബ്ദുൾ റബ്ബിന്? ഇല്ല. ഓണപരീക്ഷ ആദ്യമായിട്ട് വന്നു എന്ന് പറയുന്ന ഏറ്റവും ഓണം നേരത്തെ വന്നു എന്ന് പറയുന്ന ഏറ്റവും നാണം കെട്ട ചരിത്രപരമായ മണ്ടത്തരം എഴുന്നള്ളിച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിലല്ലേ അബ്ദുൾ റബ്ബിന്റെ ഖ്യാതി? ഈ അബ്ദുൾ റബ്ബാണോ ഗോവിന്ദ മാഷിനെ വിമർശിക്കുന്നത്? അല്ല, ഇപ്പൊ അബ്ദുൾ റബ്ബ് ഇങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. എന്താണ് ആ കാരണം? അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഇതുവരെ കാരണം വ്യക്തമാക്കുന്നില്ല. ഇതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെ ഗോവിന്ദ മാഷ് പറഞ്ഞ ഇന്ന കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പോഴാണ് തോന്നുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഗോവിന്ദ മാഷ് ആകെ മൊത്തം പറയുന്നതിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നത് മാധ്യമങ്ങളുടെ ഒക്കെ ചോദിച്ചു, നിങ്ങൾ എന്താ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഇപ്പൊ ഒന്നും മിണ്ടാത്തത് എന്ന് ഗോവിന്ദ മാഷ് ചോദിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനില്ലത്? കാരണം എന്താ? സ്വർണ്ണക്കൊള്ള തിരിഞ്ഞുകൊത്തി, UDF തിരിഞ്ഞുകൊത്തി. അപ്പൊ UDF തിരിഞ്ഞുകൊത്തുന്നതിൽ മാധ്യമങ്ങൾ പാലിക്കുന്ന കുറ്റകരമായ മൗനത്തിനെതിരെ ഗോവിന്ദ മാഷ് സംസാരിച്ചിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്ന കള്ളക്കഥകൾക്കെതിരെ ഗോവിന്ദ മാഷ് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. എവിടെയും ഗോവിന്ദ മാഷ് എന്ന് പാർട്ടിയെ ന്യായീകരിച്ച് പിന്നെ നശിപ്പിക്കേണ്ട ഗതികേട് ഗോവിന്ദ മാഷ് ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? ഈ ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാര് അഴിമതിക്കാരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ?
എവിടെയെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പിന്നെ സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിമാർ അല്ല ഇന്ന വകുപ്പ് മോശമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നൊരു പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അബ്ദുറഹ്മാന് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പം അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ അബ്ദുറഹ്മാന് ഒരു യോഗ്യതയില്ല ഗോവിന്ദൻ മാഷിനെ വിമർശിക്കാൻ. ഒരു യോഗ്യത എന്ന് വെച്ചാൽ ഒരു യോഗ്യതയില്ല. ഈ പറയുന്ന അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാ ഉള്ളത്? PMA സലാം വേണ്ട ബോധമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. PMA സലാം ഒരു ബോധവുമില്ല. മതം 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 മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ആരാണ്? ഈ അബ്ദുറഹ്മാന്റെ പാർട്ടിയിൽപ്പെട്ട മുസ്ലിം ലീഗിൽപ്പെട്ട KM ഷാജിയാണെന്നേ പറയുന്നത്. കഴിഞ്ഞ തവണ പിന്നെ ഈ പറയുന്ന KT ജലീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്ന PK ഫിറോസ് ആരുടെ പാർട്ടിയാ? ഏതോ ഒരു കമ്പനി അവിടെ രൂപീകരിച്ചുകൊണ്ട് മാസം 4.25 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാള്. ആ കമ്പനിയിൽ ആകെപ്പാടെ 2 പേരെ കണ്ട തൊഴിലാളികൾ. ആ 2 പേര് മാനേജിങ് ഡയറക്ടേഴ്സ് ആണ്. അവർ 5 ലക്ഷം രൂപ വീതം 4.25 ലക്ഷം രൂപ വീതം അവർ പ്രതിമാസം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായി ഈ കമ്പനി? KT ജലീൽ ചോദിച്ചു, തവനൂർ MLA ചോദിച്ച ചോദ്യം അതാണ്. എങ്ങനെയുണ്ടായി ഈ പണം? ഇത്രയും കോടിക്കണക്കിന് രൂപ കുന്നമംഗലത്ത് റോഡ് സൈഡിൽ ചേർന്നിട്ട് ഏകദേശം 10-15 സെന്റ് വസ്തുവും അതിലൊരു ഗംഭീര വീടും പിന്നെ ഏണ്ട് 1.5 കോടി രൂപ മുതലുള്ള ഈ സാധനം എങ്ങനെ PK ഫിറോസിന് കിട്ടി? ഈ പറയുന്ന ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ലേ മുസ്ലിം ലീഗിന്റെ ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരിലെ അവിടെ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടക്കം പിടിയിലായിട്ടുള്ളത്. അപ്പൊ എന്താ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല? യൂത്ത് ലീഗിന്റെ ആൾക്കാരാണ് വിട്ടുപോയിട്ടില്ലേ? ഇതിലേക്ക് ന്യായീകരിക്കേണ്ട ഗതികേട് വരുന്നില്ലേ? ഇത്രയും മോശപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ ന്യായീകരിക്കേണ്ട ഗതികേട് ഉള്ള ആൾക്കാരുണ്ട്. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ. അവരെയൊക്കെ സമ്മതിക്കണമല്ലോ. എത്രയാവണ ന്യായീകരിച്ചു? ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും പ്രതികരിക്കാനോ മിണ്ടാനോ കഴിവുള്ള ഏതെങ്കിലും നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ ആരെങ്കിലും ഉണ്ടോ മുസ്ലിം ലീഗിൽ? അവരെന്താ അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് മിണ്ടാത്തത്? ഇവിടെ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്ത് മുന്നണിയുടെ ഘടകകക്ഷി തന്നെയാണല്ലോ. UDF ഭരിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ ഭരിച്ചു തുളച്ചു വെച്ചത്. ഇവര് തന്നെ UDFന്റെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എത്ര വീടാണ് വെച്ചു കൊടുത്തത്? എത്ര വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ? ഇപ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ VD സതീശനാണ് ഏറ്റവും വലിയ വങ്കനെന്ന് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഇയാൾ പറയുമല്ലോ. അബ്ദുറഹ്മാന് പറയാനുള്ള യോഗ്യതയുണ്ട്. കാര്യം VD സതീശൻ അവിടെ ചെന്നുകൊണ്ട് കാണിക്കുന്ന കോലാഹലങ്ങൾ, VD സതീശന് നാൾക്ക് നാൾ VD സതീശൻ പറയുന്ന മണ്ടത്തരങ്ങൾ, ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന അബ്ദുറഹ്മാനെ എന്തെന്ന് വിളിക്കണം? ഇതിനകത്ത് അതിൽ വാസ്തവമുണ്ടോ? ഈ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് എവിടെയാ വാസ്തവത്തിന്റെ ഒരു കണികയെങ്കിലും എവിടെന്നെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ വിശ്വസിച്ച് നടക്കില്ലേ അബ്ദുറഹ്മാൻ? എന്നിട്ട് പറഞ്ഞ ഗോവിന്ദൻ മാഷാണ് കോമാളി എന്ന്. അവരുടെ കൂട്ടത്തിൽ 100 UDFന്റെ കൂട്ടത്തിൽ 100 കോമാളികളെ എടുത്ത് നിർത്തി കാണിച്ചു തരാം. 100 ട്രോളന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. അതിലൊന്ന് VD സതീശൻ തന്നെയാണ് ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല, അവരുടെ UDFലെ നേതാവാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം V ശിവൻകുട്ടി പുസ്തകം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തുവാ പറഞ്ഞത്? 8ാം ക്ലാസ്സിലെ പിള്ളേർ 9ാം ക്ലാസ് ജയിക്കുമെന്ന് അറിഞ്ഞിട്ട് അവരുടെ എണ്ണം എടുത്തിട്ട് പോലെ പുസ്തകം പ്രിന്റ് ചെയ്യുന്നത് ചോദിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം പറഞ്ഞ ഒരാളല്ലേ. അതിപ്പോ അബ്ദുറഹ്മാന്റെ കൂടെ കൂടിയിട്ടാണ് ഈ രമേശ് ചെന്നിത്തല ഇങ്ങനെ പറയുന്നത്. കാര്യം അബ്ദുറഹ്മാനെ സമയത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകമേ വേണ്ട, ഫോട്ടോസ് എടുത്ത് പഠിച്ചോളും കുട്ടികൾ. ഓണപരീക്ഷ വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ മതി. ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞാൽ മണ്ടത്തരം, മണ്ടത്തരം വിളമ്പിയാൽ മതി. അതവിടെ കഴിഞ്ഞു, അവരുടെ ജോലി കഴിഞ്ഞു. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പുള്ളിക്കാരന്റെ ജോലി അവിടെ അവസാനിച്ചു. ഇനി വേറൊന്നും പുള്ളിക്ക് പറയാനില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ആണോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്? അപ്പൊ ഇവരാരും കോമാളികളല്ലേ? ഇവരൊക്കെ കോമാളികളല്ലേ? ഇപ്പൊ VD സതീശൻ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത്? VD സതീശൻ പറയുന്നുണ്ട് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞ കോമാളിത്തരം എന്ന് തന്നെ അതിനെ പറയുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രോൾ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ 2 താരങ്ങളാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങുന്നത് ഇവർക്കെതിരെയാണ്. ചെന്നിത്തലയ്ക്കും VD സതീശനെതിരെയാ. ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ പറഞ്ഞിട്ടിരുന്നത് എന്താണ്? അത് അബ്ദുറഹ്മാന്റെ ഈ മുന്നണിപ്പെട്ട ആളാ അല്ലേ? VD സതീശനാണ് പറഞ്ഞത്. എന്താ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഏതോ ഒരാൾക്ക് സ്വർണ്ണ പാളികൾ മറിച്ച് വിൽക്കാൻ വേണ്ടി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. പുള്ളി കൊണ്ട് കേസ് കൊടുത്തു. എന്നിട്ട് എവിടെ തെളിവ്? ഇവരുടെ UDFന്റെ അതേ നേതാക്കന്മാർ തന്നെയല്ലേ ഇവിടെ നിന്ന് പിന്നെ AI ക്യാമറയെ ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നും പറഞ്ഞുകൊണ്ടെന്ന് പിന്നെ ഇവിടെ കൊണ്ട് കൊടുത്തത് അല്ലേ? ഹൈക്കോടതി കൊണ്ട് കൊടുത്തത്. അപ്പൊ ചോദിക്കുക പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഹൈക്കോടതി തിരിച്ചു ചോദിച്ചു. ആരുടെ മുന്നണിയാ? അപ്പൊ ഈ കണ്ട കാലം അത്രയും ഏറ്റവും വലിയ കോമാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന UDF തന്നെയാണ്. ആ UDFലെ ഒരാളാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ലോകത്തിലേക്കും വെച്ച് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു നല്ലൊരു വകുപ്പ് കിട്ടിയിട്ട് അതിനെ വെറും കുത്തഴിഞ്ഞ ഒന്നാക്കി മാറ്റിയ ഒരാളാണ് ഇരുന്നുകൊണ്ട് പറയുന്നത്. 2 കാലം മന്ദുള്ളവൻ ഒരു കാല് കുഴിച്ചിട്ടിട്ട് മറ്റേ ഒരു മന്ദം നടന്നു മന്ദാന്ന് വിളിക്കുന്ന അതേ അവസ്ഥയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ സത്യം പറഞ്ഞാൽ അബ്ദുറഹ്മാനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അന്നത്തെ പിള്ളേർ എറിഞ്ഞേനെ, കല്ലെടുത്ത് എറിഞ്ഞേനെ. ഇപ്പൊ SSLC എക്സാം നടത്തിയതിനകത്ത് ക്രമക്കേട്, റിസൾട്ട് വന്നതിനകത്ത് ക്രമക്കേട്, പിന്നെ പുസ്തകം കൊടുക്കുന്നില്ല,
ഇതൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഗോവിന്ദൻ മാഷ് കോമാളിയാണെന്ന്. ഗോവിന്ദൻ മാഷ് വിമർശിക്കാൻ പാടില്ല ആരെയും വിമർശിക്കരുത്. ഇവരെയൊക്കെ തഴുകി തലോടി സൂപ്പിച്ച് പോകുന്നവരെയൊക്കെ മാത്രം അവരൊക്കെ നല്ല പിള്ളുകളും ബാക്കിയുള്ളവരൊക്കെ കോമാളികളും. ഇവരുടെ കൂട്ടത്തിൽ എത്ര കോമാളികളെ വേണം? പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ 4000 പേരുടെ ഭക്ഷണം, 4000 പേരാണ് അവിടെ അതായത് രജിസ്റ്റേർഡ് ആയിട്ട് ഭക്ഷണം കഴിച്ചവര്. എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന് കഴിച്ച 4000-ഓളം ആൾക്കാർ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അവിടെ 8000 പേരുടെ ഭക്ഷണം അവിടെ ചെലവായി. അപ്പം അടുത്തത് ഇത്രയും വലിയ ഭീമന്മാരാണോ അവിടെ വന്ന് ആഹാരം കഴിച്ചെന്ന് ചോദിച്ചൊരു കോമാളി ഉണ്ട്, കെ മുരളീധരൻ അല്ലേ? അവിടെ വന്ന് അപ്പം വേറൊരു കാര്യം ചോദിച്ചിട്ട് ഓരോരുത്തർ ആഹാരം വിളമ്പുന്നു, ഭക്ഷണം കുറച്ചു പേർക്ക് വിളമ്പുന്നു. ആ ഭക്ഷണം വിളമ്പുന്ന കൂട്ടത്തിൽ അവിടെ തൊഴിലാളികളുണ്ട്. അവരെന്താ ആ മനുഷ്യരല്ലേ? ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്, മാധ്യമപ്രവർത്തകർ കഴിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റൂലേ? കഴിക്കാമല്ലോ, തെറ്റില്ലല്ലോ. അവിടെ ഡോളിയായിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ അവിടെ? അവർക്ക് ഭക്ഷണം കഴിച്ചൂടെ? ഡോളി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, കഴിക്കാം. അവിടേക്ക് എത്തുന്ന അവിടെ ബാക്കി ചുറ്റുവട്ടത്ത് പ്രവർത്തനങ്ങൾക്ക് പന്തല് പണിക്കാർ ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ആൾക്കാർ വേറെ ഉണ്ട്. ഇവർക്കും ഭക്ഷണം കഴിക്കാമല്ലോ, തെറ്റുണ്ടോ? അപ്പൊ 8000 എന്ന് പറയുന്ന കണക്ക് ശരിയാവൂലേ? ശരിയാവൂല, സ്വാഭാവികമാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ഇപ്പൊ ഒരു സദ്യ നടക്കുന്ന സ്ഥലത്ത് 1000 പേർക്ക് സദ്യ പറഞ്ഞാൽ അവിടെ പന്തല് പണിക്കാർക്കും അവർക്ക് ഇവരും ചേർത്തിട്ടല്ലല്ലോ 1000 പേരുടെ സദ്യ പറയുന്നത്. അപ്പൊ അവരെല്ലാം എങ്ങനെ കഴിക്കും ആഹാരം? അവർ വേറെ എവിടെയെങ്കിലും പോയി താഴെ ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ നിലയ്ക്കലോ എല്ലാം പോയിട്ട്, അല്ലെങ്കിൽ പമ്പയിലെ വേറെ ഹോട്ടലിൽ നിന്ന് കഴിക്കണമായിരുന്നു. അതാണ് പറയുന്നത്. അപ്പൊ അവർക്കും ഭക്ഷണം കൊടുത്തു, അത് തെറ്റായി പോയി അല്ലേ? ഈ പറയുന്ന പിന്നെ അങ്ങനെയൊക്കെ ഓരോ കള്ളത്തരവും പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇവരെല്ലാം കോമാളികളല്ല. ഇവരാരും ഒരു കോമാളിയല്ല. പിന്നെ പാർട്ടിയുടെ നിലപാട് ശക്തിയുക്തം പറയുന്ന ഒരു നേതാവ് ഭയങ്കര കോമാളിയാണ്. ഇതാണ് ഇവരുടെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ അബ്ദുറബിനെ പോലുള്ളവരെയൊന്നും പിന്നെ അധികം വളർത്തിക്കൊണ്ട് വരരുത്. ഈ അബ്ദുറബ് തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് വാദിച്ചവരാണ്, ജയിച്ചില്ല. ഇലക്ഷൻ നടന്നിട്ടില്ല, ഇലക്ഷന് ജയിച്ചില്ല, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടെടുത്ത ടീംസാണിത്. സ്വന്തം പാർട്ടിക്കാരെ പോലും പിന്നിൽ. എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സാദിഖ് അലി തങ്ങൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മാന്യന്മാരുള്ള രാഷ്ട്രീയക്കാരാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ. അപ്പൊ അവർക്കൂടെ പേരുദോഷം ഉണ്ടാക്കുന്ന മുനീർ സാഹിബ് പണ്ട് വലിയ പ്രശ്നക്കാരനായിരുന്നു. പുള്ളി ഭയങ്കര മതത്തിന്റെ പേര് ഭയങ്കരമായിട്ട് പിന്നെ ചാടിക്കടിച്ചോണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വയ്യാഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇപ്പൊ ഒരു മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായി കെ മുനീർ മാറുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മതത്തെ വലുതായിട്ട് കയറി അങ്ങോട്ട് പ്രഷർ ചെയ്ത് പിടിക്കുന്നില്ല. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സംസാരത്തിൽ പോലും ഒരു മിതത്വം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞ മുനീറിനെ കൊണ്ടു നടന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ആ ഒരു നിലയിൽ. അപ്പൊ ആ കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും ഈ മുനീറിന്റെ കാര്യം ഓർത്ത് വിതുമ്പുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഈ പറയുന്ന ഈ അബ്ദുറബിനെ പോലുള്ള ഒരാളുടെ വിവരക്കേട് കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. സത്യം അത് തന്നെയാണ്. പിന്നെ PMA സലാം അത് വിവരക്കേടാണ്. PMA സലാമിനെ കുറിച്ച് പിന്നെ അദ്ദേഹത്തിന് പറയുന്നത് എന്താണെന്ന് PMA സലാമിന് പോലും അറിയില്ല. പിന്നെ PK ഫിറോസ്, പിന്നെ ഷാജിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. ഷാജിക്ക് മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഇവരാണ് ഗോവിന്ദൻ മാഷ് വിമർശിക്കാൻ വരുന്നത്. വിമർശിച്ചോളൂ. ഗോവിന്ദൻ മാഷൊന്നും വിമർശനത്തിന് അതീതനല്ല. ഗോവിന്ദൻ മാഷിനെ വിമർശിക്കാം, പക്ഷെ വിമർശിക്കുന്ന ആളിന് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുക കൂടി വേണം. അബ്ദുറബിനെ ഗോവിന്ദൻ മാഷിനെ വിമർശിക്കാൻ എന്താണ് യോഗ്യത എന്ന് അബ്ദുറബ് സ്വയം ഒരു കണ്ണാടി എടുത്തു വെച്ചിട്ടെങ്കിലും 1000 ആവർത്തി ചോദിച്ച് സംതൃപ്തി കിട്ടുന്ന ഒരു ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രം മതിയെന്നേ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്.